അസോസിയേറ്റോട് ശ്യാമേടാ ഞാൻ വിട്ടു. നീരേഷ് വിട്ടോട്ടെ. ഹായ്. എന്താ സഞ്ജു? അച്ഛാമേ വൈകിട്ട് 7 മണിയാവും വിട്ടേക്കണം കേട്ടോ. അയ്യോ ഇന്ന് നൈറ്റ് ഷൂട്ട് ഉണ്ടല്ലോ. മാത്രമല്ല ഇന്ന് പാക്കപ്പ് ഡേ അല്ലേ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടേ. എനിക്കിന്ന് പോയിട്ട് ചാനലിൽ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. നടക്കൂല ബ്രോ, സീനോ. ഒരു മിനിറ്റ് റെഡിയല്ലേ? ഇവനൊക്കെ ഇൻഡിപെൻഡന്റ് ആകാൻ വേണ്ടി ഡേറ്റും ചോദിച്ച് എൻ്റെ അടുത്ത് തന്നെ വരും. നീ ഞാൻ കാണിച്ചു കൊടുക്കാം. മേക്കപ്പ് എവിടാ? അകത്താണ് സാർ. എന്തോ പണി വരുന്നുണ്ട്. റോഷ വന്നു ചെല്ല്. എന്താ സാറേ? എടോ തനിക്ക് ഈ വീടല്ല വേറെ ലൊക്കേഷനും കിട്ടില്ലേ? ആണ് സാറേ. എടോ ഇവിടെ ആൾക്കാർ താമസമില്ലേ? അല്ല സാറേ, ഇന്നലെ വൈകിയാണ് വീട് സെറ്റായതേ. അപ്പൊ പെട്ടെന്ന് അവരെ ഒഴിപ്പിക്കാൻ പറ്റിയില്ല. തന്നെയല്ല, അവരെല്ലാം സാറിന്റെ ഭയങ്കര കടുത്ത ആരാധകരാ. മോളൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കണം, സെൽഫി ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇങ്ങോട്ട് നിന്ന് പോയതിന്റെ. അതെ സാറേ. എന്നെ സാറേ പ്രൊഡ്യൂസർ വന്നോ? പ്രൊഡ്യൂസറും വന്നു, ബാഗും വന്നു, ക്യാഷറും വന്നു സാറേ. അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തത്. എന്നാ ശരി, ഞാൻ പോയി മേക്കപ്പ് ചെയ്യാം. സാറേ അതൊരു പിടിയില്ലോ സാറേ. അത് ഞാൻ അസോസിയേറ്റിനെ പറഞ്ഞോളാം സാറേ. പുള്ളിയാകുമ്പോൾ പറഞ്ഞ് ഞാൻ മനസ്സിലാവും. ഞാൻ പറഞ്ഞാൽ സെറ്റാവില്ല സാറേ. അതുകൊണ്ടാ. സാറ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? വരുന്ന വഴി ഹോട്ടലിൽ നിന്ന് കഴിച്ചു. എന്നാ സാറ് ചെല്ലേ. അല്ല സാറിനെ കൊണ്ടുപോടാ. വെയിൽ കൊള്ളിക്കില്ല കേട്ടോ. അല്ല സാറേ, ഈ വീടിന് എന്താ കുഴപ്പം? നല്ല വീടല്ലേ? വീടൊക്കെ ഓക്കേടാ. പക്ഷെ ആ വീട്ടുകാരൻ എന്നേക്കാൾ ഗ്ലാമർ ഉണ്ടോന്നൊരു ഡൗട്ട്. അതെനിക്കും തോന്നി. നീ ആരാ വരാനുള്ള? ഗൗരി ഇപ്പൊ എത്തും. മനു, ഡൈനിങ് ടേബിൾ സീനിലേക്ക് ഏത് ഷർട്ട് കൊടുക്കണം? ഷർട്ട് വേണ്ട നമുക്ക് ഈ ടീഷർട്ടില് ഐ തിങ്ക് ബ്ലാക്ക് ഈസ് ഫൈൻ. ബ്ലാക്ക്. ഹരി ബ്ലാക്ക്. ഗൗരിയുടേതാ? പിങ്ക് വിത്ത് വൈറ്റ് സ്ട്രൈപ്പ്. ബ്ലാക്ക് കോൺട്രാസ്റ്റ് ആയിരിക്കില്ലേ? ഇതിലേ ഏറ്റവും മോശം തെരഞ്ഞെടുക്കാൻ പറഞ്ഞ പുള്ളിക്കാരൻ കറക്റ്റ് ആയിട്ട് തെരഞ്ഞെടുത്തു. അതെ, ഗൗരി വരുന്നുണ്ട്. മനു, സോറിടാ, ഞാൻ കുറച്ച് ലേറ്റ് ആയോ? കുഴപ്പമില്ല. നിന്റെ ഡ്രസ്സ് പൊളിച്ചിട്ടുണ്ടല്ലോ. ഇതല്ലേ നമ്മൾ ഇന്നലെ സെലക്ട് ചെയ്ത കോസ്റ്റ്യൂം. ഓ, അപ്പൊ മേക്കപ്പും കോസ്റ്റ്യൂമും ഒക്കെ ചെയ്ത് ഫുൾ സെറ്റായി വന്നിരിക്കും അല്ലേ? ഡെഡിക്കേഷൻ. കോസ്റ്റ്യൂം ഞാൻ ഇന്നലെ മൃദുലയിടന്ന് മേടിച്ചായിരുന്നു. മേക്കപ്പ് പിന്നെ അഞ്ജുനെ കൊണ്ടൊന്ന് സോഫ്റ്റ് ടച്ച് ചെയ്യിപ്പിച്ചു. ഇപ്പൊ ടെൻഷനൊക്കെ മാറിയില്ല? കൃത്യമായിട്ട് ആളൊന്നുമില്ലേ? അല്ലെങ്കിൽ അവളുടെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. അതുകൊണ്ടല്ലേ അവളെ തന്നെ കാസ്റ്റ് ചെയ്തത്. അല്ലയോടി? പുതിയ പടങ്ങളൊക്കെ റിസൾട്ട് എങ്ങനെയുണ്ട്? നന്നായി വരണ്ട്. നല്ല റിവ്യൂസ് അല്ലേ വരണം. തിയേറ്ററൊക്കെ ഫുള്ളി പാക്ഡ് ആണ്. നല്ല വ്യൂവേഴ്സ് ഉണ്ടെന്നാണ് കേട്ടെ. OTTക്ക് നല്ല വ്യൂവേഴ്സാണ്. പഴയ പോലെ ഇപ്പോൾ പൈറസിക്കൊന്നും മാർക്കറ്റില്ല. ഗംഭീര ഓഫറുകളല്ലേ ഈ OTT പ്ലാറ്റ്ഫോം ഒക്കെ കൊടുക്കണത്. എന്തായാലും ഇൻഡസ്ട്രി ലൈവായി. സെറ്റല്ലേ? എല്ലാം സെറ്റാണ്. ഔട്ട്ഫിറ്റ്. ഇത് ജാക്ക് ആൻഡ് ജോൺസ് അല്ലേ? ക്യാ? എനിക്ക് സാറിന്റെ അത്ര ഹിന്ദി അറിയാൻ പാടില്ല സാറേ. ഞാൻ 6ാം ക്ലാസ് വരെ ഹിന്ദി പഠിച്ചിട്ടുള്ളൂ. അതാണെങ്കിൽ ഇതിനെ അറിയുകയും ചെയ്യും. ബോളിവുഡിൽ നിന്നൊക്കെ ഓരോരുത്തരെ കൊണ്ടുവന്നു. ടോമി, റോഷൻ ഭായ് ഇവിടെ ഇല്ല സാർ. ഈ സീനിൽ പറഞ്ഞിരുന്നത് ടോമിയാണ്. ഇത് ജാക്ക് ആൻഡ് ജോൺസ് അല്ലേ? അത് പിന്നെ സാറിന്റെ ഇപ്പൊ റിലീസായ മാനസദസ്യ വന്ദനം എന്നേ സിനിമയിൽ കുറെ സീൻ ഞാൻ കണ്ടിരുന്നു. ആ ബ്രാൻഡ് സാന പെർഫെക്റ്റ് അല്ല. ആ സോങ് സീക്വൻസിൽ ഉപയോഗിച്ചിരുന്ന ജാക്ക് ആൻഡ് ജോൺസ് അല്ലേ? അതെ. ओके नाइस आरिनु इट्स ओके मैं आपके लिए टॉमी हिल्फिगर लेके आएगा. നോ വേണ്ട. ഈ സീന് ഇതിപ്പോ ഇങ്ങനെ പോട്ടെ. നമുക്ക് നെക്സ്റ്റ് സീൻ ടോമി മേടിക്കാം. थैंक यू. അമരെ അവതാരം നടച്ചു. അതെ, അയാളൊന്നും നാളെ കാരണവശാലും നീ പറയരുത്. അയാളെ ജോത്സ്യം പറഞ്ഞാലും കേൾക്കുവായിരുന്നു. അതെ, ലോണ്ടറി എന്നിട്ട് നാളെ അയാൾ കേൾക്കണമല്ലോ. മോർണിംഗ് സഞ്ജു. ഗുഡ് മോർണിംഗ് ഗൗരി. നേരത്തെ എത്തിയോ? ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ. എന്താണ് വിത്ത് മേക്കപ്പ് ഒക്കെ ആണല്ലോ? ബാക്കപ്പ് ഡേ അല്ലേ? താങ്ക്സ് ഡാ. പ്രൊഡ്യൂസറോടെ? പ്രൊഡ്യൂസറോട് എന്റെ കൺമുമ്പിൽ മാറാതെ നടന്നാണ്. സഞ്ജു ഭായി എപ്പോഴും കാപ്പിയാണോ അല്ല ചായ ആണോ? ചായം കുടിക്കും. ഇത് പറഞ്ഞപ്പോഴാ എല്ലാരും കേൾക്കണ ഒരു കാര്യം.
ഇന്ന് കടയിൽ പോയി ഇവിടെ ടൗണിലേ അവിടെയുള്ളൊരു കടയിൽ ചെന്നിട്ട് ഒരു ചായ വെച്ച് ഞാൻ പുള്ളി ഒരു പൊതി എടുത്തുകൊണ്ട് എൻ്റെ തരിക. പൊതിയോ? ആ അതൊരു തേയില വെക്കുന്ന കടയായിരുന്നു ഇന്ന്. ചില സ്ഥലങ്ങളിലൊക്കെ ചായ എന്ന് പറയുക. ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആ ഇവിടുത്തെ കാര്യമല്ലാണോ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി എനിക്ക് എസ്കോട്ട് കിട്ടി. എസ്കോട്ടോ? അതായത് ഞാൻ എറണാകുളത്ത് നിന്ന് ഇവിടം വരെ ഇത്ര ഫാസ്റ്റായി എങ്ങനെ വന്നാ നിങ്ങളുടെ വിചാരം? അല്ല നിങ്ങളുടെ BM അല്ലേ, വരാലോ. അതല്ലെന്നേ. പിന്നെ അതായത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു ആംബുലൻസ്, ബാക്കിലൊരു ഡോക്ടറുടെ കാറ്, പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, കാറങ്ങ് അടിച്ചു വിട്ടു. നമ്മൾ എന്ത് വന്നാലും സേഫ് ആണല്ലോ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല തോന്നുന്നല്ലേ? ഫ്രണ്ടിൽ ആംബുലൻസ്, ബാക്കിൽ ഡോക്ടർ. എന്ത് ചളിയാടികളെ പറഞ്ഞത് ഇങ്ങനെ ചിരിക്കാനായിട്ട്? ആദ്യം പറഞ്ഞത് പക്കാ വളിപ്പ്, ഇത് അതിന്റെ എക്സ്ട്രീമാണ്. എന്റെ പൊന്നു ബ്രോ, ഇവരൊക്കെ എന്ത് ചളി പറഞ്ഞാലും നമ്മ ചിരിക്കണം. ഒബേ പ്രോട്ടോകോൾ. ആ ഈ അസ്ഥാനത്ത് കയറി ചളി വർത്താനം പറയുന്നത് എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞൂടാ? ആ ഇടി, നീ ഒന്ന് നോക്കിട്ട് വരാമോ? നീ എന്താ കഥകളി കളിക്കാണോ? എവിടുന്ന് ഉള്ള നേരത്തെ എനിക്ക് എന്നാ പണിയെടുത്തോടാ? എവിടെ ചെന്നാലും നിനക്കൊക്കെ ഇത് തന്നെയാണോ പരിപാടി? എന്ത് പരിപാടി ചാമട? ഞാൻ വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. എടാ അതൊക്കെ കുടുംബത്തിൽ പറഞ്ഞ പിള്ളേരാ. നിന്റെ പടം വരെയും ചളിപ്പ് നമ്പറൊന്നും ആ പിള്ളേരെ അടുത്ത് ചെലവാവില്ല. പിന്നെ ഇതെന്റെ പെണ്ണ, നീ കേട്ടിട്ടില്ലേ? ചിറക്കൽ ശ്രീഹരിയുടെ പെണ്ണ ആ വരുന്നത്. ഹലോ മിസ്റ്റർ മാന്യൻ, ഫ്രെയിം സെറ്റായി. വേറെ നിന്നെ സെറ്റാക്കുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ ലച്ചു, എന്താ ശ്യാം? ഒരു മിനിറ്റ്. എന്താ? പിന്നെ ഇവിടെ ചിലരൊക്കെ ചില നമ്പറുകളായിട്ട് വരും. കാര്യാക്കണ്ട, പോർ ബോയ്സ്. ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. പൊക്കോ. കണ്ടല്ലോ, ഷീസ് മൈ ഫ്രണ്ട്. വൈബ് സെറ്റാകണം മോനെ, വൈബ്. എങ്ങനെ? ചിൽ ചിൽ. അളിയ, ഞാൻ 2 ബുക്ക് ചോദിക്കണ ആരും പറയണ്ടായിരുന്നു. അളിയ, ഇനി നീ വിളി കണ്ടിന്യൂ ചെയ്തോ. ഇനി മുതൽ അവള് നിനക്ക് പെങ്ങളും ഞാൻ നിനക്ക് അളിയനും. എങ്ങനെ? നേരെ മറിച്ചായാലോ? അവള് നിനക്ക് പെങ്ങളും ഇവൻ നിന്റെ അളിയനും. നേരെ മറിച്ചായ നീ ഇനി എന്റെ പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുണ്ടാവില്ല. ഒന്ന് പോലെ ഒരു തമാശ പറയാൻ സമ്മതിക്കൂല. പോയ ആർട്ടിസ്റ്റ് റെഡിയാക്കടി. ബ്ലഡി ഏഡീസ് നിനക്കാൻ വെച്ചിട്ടുണ്ടാ. തലയിരിക്കുമ്പോ വാലാടണം. നീ എന്തുവാടാ ഇവിടെ കിടന്ന് തപ്പി തരുന്നത്? എടാ നീ മദ്യം നോക്കുന്നെങ്കിൽ എല്ലാത്തിനും അളവുള്ളതാ ഇത്. അല്ല മാവ, 2 ബുക്ക് നോക്കാനായിട്ടായിരുന്നു. നീ ഉദ്ദേശിക്കുന്ന ബൊക്കൊന്നും അതിനകത്തില്ല. ഇതെന്തുകൂടെ ഭിത്തിയമുത്ത് ആണി അടിച്ചു വെച്ചേക്കുന്നേ? അത് ബ്ലൂടാക്കാണ്. ബ്ലൂടൂത്തോ? ഭിത്തിക്കകത്തോ? ബ്ലൂടാക്ക്. ആ, എന്ത് വന്നാലും പോകുന്നതിന് മുമ്പ് ഇത് മൊത്തം വലിച്ചു പറിച്ചോണ്ട് പോക്കണം. ഒരു പോറിന് പോലും ഇവിടെ കണ്ടേക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ആ പിന്നെ പക്ക ഓക്കെ അല്ലേ? അതാ തിരിച്ചു വരുമ്പോ ഷിഫ്റ്റ് കൊടുക്കാം. അല്ല, തിരിച്ചു വരുമ്പോ എടാ ഇതില് ഡയലോഗ് എപ്പോഴാ വരുന്നത്? ഫോക്കസ് ചെയ്യുമ്പോ. അതല്ല ഡയലോഗ്. ഭിത്തിയിൽ ആണിയൊന്നും അടിക്കരുത്, എല്ലാത്തിനും ഭിത്തിയിൽ ഒട്ടിക്കും, ഞാൻ പറഞ്ഞേക്കാം. കേട്ടല്ലോ? എന്താ നോക്കുന്നേ? കൊറേ മുടിയന്മാർ വന്നേക്കുന്നു. 1840. അപ്പൊ അതന്നെ ഇന്നലെ ഒപ്പിടിക്കാഞ്ഞേ? 2 ദിവസം ബ്രേക്ക് ആയിരുന്നല്ലോ. ആ അതൊന്നും പറയില്ലേ, അത് കൃത്യമായിട്ട് ഒപ്പിടിച്ചു പോണേ. ആ, നിന്റെ കിടിനാപ്പൊക്കെ ഇവിടെ വെക്കുന്ന കൊള്ളാം. അന്യാവില കൊടുത്ത് മേടിച്ച പെയിന്റാണ് ഇവിടെ ഉള്ളത്. എങ്ങാനും മുട്ടിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ എടുത്ത് ഞാൻ വിലയിടും, പറഞ്ഞേക്കാം. എന്താ സാധനം കൊണ്ട് വെച്ചേക്കുന്നതെന്ന് അറിയാമോ? കയറല്ലടാ, കമ്പി. സത്യമായിട്ടു? എടാ രാമായണമാണത്. വെറുതെ കൊതിപ്പിച്ച്. അതിനകത്ത് എന്താ ഇരിക്കുന്നെന്ന് അറിയാമോ? ഇവിടുത്തെ മുത്തശ്ശിയുടെ ജാതകം. വീടിന്റെ ആധാരം നിർത്തില്ലല്ലോ, അതിനെ ഭാഗ്യം എഴുതിയാ മതി. തരാടാ, നിനക്ക് ഞാൻ ആധാരം തരാടാ. ആ പോട്ടമോ? പോട്ടെ അമ്മാവ എന്നല്ലേ നീ ഉദ്ദേശിച്ചത്? സൈലൻസ്. ആ കൊടുത്തു. എന്താ അത്? ലൈം ജ്യൂസാ മുത്തശ്ശി. മധുരം ഇട്ടതാ? ഇഷ്ടം പോലെ. മുത്തശ്ശിയുടെ ജാതക മോനെ അങ്ങോട്ട് എടുത്തോണ്ട് പോയേ, അതിനെന്തെങ്കിലും പറ്റുമോ? മുത്തശ്ശിക്ക് ഒന്നും സംഭവിക്കില്ല മുത്തശ്ശി. എന്റെ മുത്തശ്ശിക്ക് ഒന്നും സംഭവിക്കില്ല. ഇനി അഥവാ മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആ ജാതകത്തിന് ഒന്നും സംഭവിക്കില്ല. അത് കണ്ടിന്യൂറ്റിയാ. അവരത് പൊന്നു പോലെ നോക്കിക്കോളും. ഞാനതേ പോയോ?
ആ ഇവിടെ ഉണ്ടോ സാർ? അതെ, നിങ്ങളുടെ ഈ മിലിറ്ററി കോട്ടയില്ലേ, അത് മാസാവസാനം വീട്ടിലെത്തിച്ച് തരുവാണോ അല്ല നമ്മളവിടെ പോയി അതിങ്ങനെ? യു മീൻ മിലിറ്ററി കോട്ട? യെസ്, ഐ ആം ഓൾസോ മീൻ. അതെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അതൊരുപാട് ഈ ലിമിറ്റേഷൻസിലും ഇങ്ങോട്ട് നോക്കിയേ ഭയങ്കര ചട്ടക്കൂടിൽ നിന്നിട്ടുള്ള വേറൊരു ഏർപ്പാടത്. മനസ്സിലായ? ആവശ്യമില്ലാത്തടത്തോടൊന്ന് ചട്ടക്കൂടും ഉണ്ടാക്കി കിട്ടേണ്ട സാധനവും ഇല്ല ഉണ്ടാക്കി കളഞ്ഞിട്ട് ചുമ്മാ. ഇന്ന് FB ഇൻസ്റ്റയിലൊക്കെ നമ്മൾ പൊളിക്കും. അതെ. ഹായ്. ആ സൗമ്യ, ഇതെന്താടി ഈ വേഷത്തില്? അതെ, മഞ്ജു ചേച്ചി കൂടുതലും ഇപ്പൊ സ്കേർട്ടാ ഉപയോഗിക്കുന്നത്. അതോടെ ഞാനും സ്കേർട്ടാക്കി. പറയുന്ന പോലെ മഞ്ജു ചേച്ചി എവിടെ? മഞ്ജു ചേച്ചി വന്നിട്ടില്ല, ഗസ്റ്റ് റോൾ അല്ലേ, വൈകുമായിരിക്കും. സഞ്ജി സിനിമയില് കാണുന്ന അതുപോലെ തന്നെ ഡെലടി. ഒരുപാട് ഒലിപ്പിച്ച് ചളവാക്കല്ലേ, ഞങ്ങള് മസിൽ പിടിച്ച് നിൽക്കണ പോലെ നിന്നോണം. ഗൗരി ചേച്ചി എത്ര ഹിറ്റ് സിനിമയിലെ നായികയാ നിൽക്കുന്നേ. എന്നാലേ നമുക്കൊരു സെൽഫി അടിച്ചാലോ? വേണ്ടടി, ജസ്റ്റ് ഫോർ എ ചിൽ. നമുക്ക് നാണാമാനോ മര്യാദ ഇല്ലടി. ഇല്ല ഇല്ലേ? ഇല്ലെന്നേ. എന്നാ വാ കളറാക്കാം. സോറി ഡി. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഒരു മിനിറ്റ് ഒന്ന് നിക്കണേ. ആണുങ്ങളെയും കൊണ്ട് തന്നെ പൊറുതി വിട്ടിരിക്കുക. അന്നേരം പെണ്ണുങ്ങളും കളിലായിട്ട് കള്ള് വേണമെങ്കിൽ ഷാപ്പിൽ വരണം, അല്ലാതെ റോഡ് സൈഡിൽ കച്ചവടമൊന്നുമില്ല. അയ്യോ ചേട്ടാ, ഇതല്ല, ഞങ്ങളെ ആ വീട്ടിലെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് വന്നതാ. സിനിമ? തിലകനുണ്ടോ? ആ തിലകനും അടൂർ ബാസിയും ഫിലോമിനും എല്ലാവരും ഉണ്ട്. ആണോ? ആ പക്ഷെ അവരൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. അവരൊക്കെ പോയി? അവര് ദുബായിക്ക് ട്രിപ്പ് പോയേക്കാ. അടുത്ത മാസം തിരിച്ചു വരുമായിരിക്കും. ചേട്ടാ, ചേട്ടന് ഒരു 5 മിനിറ്റ് ഞങ്ങളൊന്ന് സഹായിക്കാമോ? ഞാനെങ്ങനെ? ചേട്ടനൊരു ചെറിയ സീനുണ്ട്, അതിലൊന്ന് അഭിനയിക്കണം. അഭിനയിക്കാനാ? ഞാനാ? ആ അല്ല, ഞാൻ ഈ വേഷത്തിലൊക്കെ. അതിനെന്താ, ഇത് മതി, ഇതാണ് ഒറിജിനാലിറ്റി. അതെ. ചേട്ടന്തോ ആ വീട് നോക്കിട്ടെ, ആ ഇവിടെ പുതിയ താമസക്കാരൊക്കെ എത്തിയോ എന്ന് പറഞ്ഞ് ഇതിലെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയാൽ മാത്രം മതി. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഞാനൊന്നൊരു കാര്യം ചെയ്യാം, ഷാപ്പിൽ പോയി കള്ള് കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് അഭിനയിച്ചാലോ? അല്ല, ഇതൊരു 5 മിനിറ്റ് മതി. ചേട്ടൻ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ വിട്ടേക്കാ. അല്ല, എന്നാലും ഈ കള്ള് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ആണ്, ഓക്കെ ആണ്. വായോ, വാ. രക്ഷപ്പെട്ട്. ആ ചെത്തുകാരനെ സിനിമയ്ക്ക് ആവശ്യമാണ്, പിന്നെ എന്നെ ഞാനാ. മോളെ, എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അടൂർവാസി മരിച്ച കാര്യം ഞാൻ അറിഞ്ഞ്. തിലകനും ബിനോവിനെയും എല്ലാ ദിവസവും ഞാൻ TV കാണാറുണ്ട്. അതെ, ഇതിനകത്ത് വേറെ ആരൊക്കെ അഭിനയിക്കണേ? ഓ, ചേട്ടൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരാ. അല്ലെങ്കിലും പഴയ പോലെയല്ല, ഇപ്പോഴത്തെ പോസ്റ്ററിലൊക്കെ ഒരു മനുഷ്യനെ തിരിച്ചറിയില്ല. എന്നെ കൊണ്ട് പറ്റുമായിരിക്കും അല്ലേ? പിന്നെ ചേട്ടനെ കൊണ്ടേ പറ്റൂ. ഞാൻ അഭിനയിക്കൂട്ടോ. ഞാൻ കള്ളു കുടിച്ചിട്ട് കള്ളു കുടിക്കാത്ത പോലെ ഭാര്യയുടെ മുമ്പിൽ അഭിനയിക്കും. ചേട്ടനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. പിന്നെ പാട്ട് പാടും. ആണോ? നല്ല മൂടാണെങ്കിൽ ഡാൻസും ചെയ്യും. ചേട്ടൻ തഗ്ഗാണല്ലേ? എന്താ ചേട്ടൻ തഗ്ഗെന്ന് വെച്ചാല്? ഇതൊന്ന് പിടിച്ചേ. അയ്യേ, അതെല്ലാരും പറയാറുണ്ട്. എന്ത് തഗ്ഗ ഇതെന്താ? ഇതേ പനി കയറി ചെത്താൻ നേരത്തെ തീരാറില്ല. ആരെങ്കിലും 4 ആൾ കൂടുമ്പോ ഞങ്ങൾ ഇതിടും. ഒന്ന് ചെത്താലോ? തള്ളുവോ? ഇല്ല ചേട്ടാ, ഭയങ്കര വേണ്ട വേണ്ട വേണ്ട, ഞാൻ നല്ല മൂറ്റ് തള്ള. ഇത് ഇപ്പൊ തന്നെ തുടങ്ങുമോ അതോ? പിന്നെ ചേട്ടാ ഒരു മിനിറ്റ് നിൽക്കണം. ഡൂഡു, ഒരു കസേര എടുത്ത്. ചേട്ടൻ ഇവിടെ ഇരുന്നോ, ഞാൻ ഷോട്ട് റെഡി ആകുമ്പോ വിളിക്കാം. അല്ല, ഞാൻ ഈ എന്റെ കൂടെ അഭിനയിക്കുന്ന ആളാണോ? ആര്? അല്ല, ഈ ഷോട്ട് എന്ന് പറഞ്ഞേ. അയ്യോ, അതല്ല ചേട്ടാ, അത് ചേട്ടനിരിക്കും, ഞാൻ വിളിക്കാം. അതെ, പെട്ടെന്നാവണം കേട്ടോ. ഞാൻ ചെന്നില്ലേ ഈ രാജനും കുട്ടനൊക്കെ കൈവറിച്ചാവും. അതാ ഷാപ്പിലെ പറ്റുകാരാ. ശരി, കൊടുത്തി തുടരുതേ. എന്താ പേര്? രവി. എവിടെ സ്ഥലം? ഗുരുവായൂർ സ്ഥലം, പക്ഷെ കാട്ടക്കടയിലെ താമസം. അത് ശരി. എല്ലാരും എന്നെ കാട്ടക്കട രവി എന്ന് വിളിക്കും. എൻ്റെ പേര് ഷൺമുഖൻ. ഷമ്മൂന്ന് വിളിക്കും.
ഷാപ്പിൽ പലതും വിളിക്കും. നിനക്ക് വേണടാ? പതിവില്ലാത്തതാണ്. വേണമെങ്കിൽ 1-2 ഗ്ലാസ് തരാട്ടോ. ഓ ഇപ്പൊ വേണ്ട ചേട്ടാ. നല്ല വേണം. ഇരിക്കും. എന്തായി കാര്യങ്ങളൊക്കെ? അമല ചായ. അത് പിന്നെ സാറ് പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. കഥ എങ്ങനെ മാറ്റിയാ നന്നായിരിക്കും ഞാൻ ഉദ്ദേശിച്ച കേട്ടോ. അപ്പം നമുക്ക് പ്രൊഡ്യൂസറായിട്ടിരിക്കാമല്ലോ. ഏകദേശം 2 വർഷമായി പുള്ളി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ബ്രോ അതെ, ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജേഷ് രവി ഒരു സ്ക്രിപ്റ്റുമായിട്ട് വന്നിരുന്നു. അപ്പോൾ പുള്ളിയുടെ കഥയും നമ്മുടെ കഥയും തമ്മിൽ ആകപ്പാടെ ഒരു സാമ്യമുണ്ട്. പ്ലോട്ടിൽ ആകപ്പാടെ ഒരു സിമിലാരിറ്റി. തിരക്കഥയിലുണ്ടോ? തിരക്കഥയിലില്ല. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. എന്നാലും എനിക്ക് ആ ക്യാരക്ടർ അങ്ങോട്ട് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി ചെയ്യുന്ന നായകൻ, വില്ലൻ, പോലീസ്, ഇതൊക്കെ നേരത്തെയും പറഞ്ഞിട്ടുള്ളതല്ലേ, പലതവണ തിരുത്തി എഴുതാൻ കൂടി ചെയ്തിട്ടുള്ള. അതെ അതെ, നിങ്ങളുടെ മോശം തിരക്കഥയാണെന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതാര് ചെയ്താലും ഈ സിനിമ നന്നായിരിക്കും. ഇതിനുവേണ്ടി നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ഞാൻ ചെയ്താൽ നിൽക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ജയനെ ഒന്ന് ട്രൈ ചെയ്യേ. പുള്ളിയാകുമ്പോൾ ഈ ക്യാരക്ടറിന് ആപ്റ്റ് ആയിരിക്കും. ഞാൻ വിളിച്ചു പറയാം. ശരി. അവനാണെങ്കിൽ ഒരു ആക്ഷൻ മോഡ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക. ദേ, ഈ സ്ക്രിപ്റ്റ് നടന്നില്ലെന്ന് നിങ്ങൾ ഡെസ്പാകൊന്നും വേണ്ട കേട്ടോ. നിങ്ങളൊക്കെ നല്ല പൊട്ടൻഷ്യലുള്ള ആൾക്കാരാ. ഇനി എഴുതണം. നല്ലൊരു സ്ക്രിപ്റ്റുമായിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണം എന്നെ വന്ന് കാണാം. ശരി ശരി സാർ. ശരി. അമലെ ചായ വന്നില്ല. ആ ജയ, ഞാനൊരു ടീമിനെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. പോരടാ. ആ ഷൂട്ടിനാടാ. ശരി, കാണാം. ഓക്കെ. എന്നാലും പുള്ളി എത്ര സിമ്പിൾ ആണല്ലേ. എന്ത് സിമ്പിൾ? 2 കൊല്ലമായി നമ്മളിട്ട് നടത്തിക്കാൻ തുടങ്ങിയിട്ട്. എടാ, ഇങ്ങനെയൊക്കെ നടന്നിട്ട് തന്നെ പലരും സംവിധായകരായിട്ടുള്ളത്. അയാൾ പറഞ്ഞില്ല നമ്മുടെ സ്ക്രിപ്റ്റ് നല്ലതാണെന്ന്. അത് മാത്രമല്ല, പിന്നെ ജയൻ ചെയ്ത സിനിമ നന്നാവുമെന്നും പറഞ്ഞില്ലേ. ഇതെന്തോ എനിക്കങ്ങോട്ട് കണക്ട് ആണല്ലോ ചേട്ടാ. എടാ, ഇല്ലെങ്കിൽ നമുക്ക് വേറെ സ്ക്രിപ്റ്റ് ആയിട്ട് വന്ന് ഇയാളെ തന്നെ കാണാമല്ലോ. കണ്ടാ മതി. ഒഴിക്കല്ലേ അത്? ഇത്ര ആക്രാന്തന മണിച്ചോന്റെ ചേട്ടാ അത് കരിക്ക് സംഭാരാ. കരിക്ക് സംഭാരോ? ഇതോ ആണോ? പായം കാടി കുടിക്കണ പോലെ ഉണ്ട് കുടിക്കണ. ദൈവമേ. ഓ, അപ്പൊ ഇതായിരുന്നു പരിപാടി. അല്ല പിന്നെ ചേട്ടാ. അല്ല പിന്നെ ചേട്ടല്ല, സംഭാരത്തിന് നല്ല എഞ്ചിനീയർ കൂടിയിട്ടുണ്ട്. നല്ല ഇഞ്ചി ഉണ്ട്. അതെ, ഞാൻ നിക്കണോ അതോ? ആ, ചേട്ടൻ നിക്കണം. പ്രധാനപ്പെട്ട ഒരു നടൻ വന്നിട്ടില്ല. അയാൾ വന്നാലും ചേട്ടൻ പാസിംഗ് ആവും. അപ്പൊ മേക്കപ്പ് ഒക്കെ? മേക്കപ്പാ? അതൊക്കെ എന്തിനാണ്? പൊന്നുംകുളത്തിന് എന്തിനാണ് പൊട്ട്? ചേട്ടന് അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ഷർട്ടൊന്നും ഒഴിവാക്കായിരുന്നു. അല്ല, ചെത്തുകാരന്റെ കഥാപാത്രമാണല്ലോ. ശരിയാ, പൊന്നും കൊടുത്തിന് എന്തിനാ ഷർട്ടല്ലേ? ഹലോ, സുഗത, ഇന്ന് നീ എന്നെ പ്രതീക്ഷിക്കണ്ട കേട്ടോ. എന്ത് കള്ളല്ലേ? അല്ലാതെ ലൂക്കോസ് സൂപ്പിയൊന്നും അല്ലല്ലോ. എന്നാന്ന് ചേച്ചി? ഇല്ലെന്ന്. എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റൂല. ഇവിടെ വരേണ്ട പ്രധാനപ്പെട്ട നടനാണെങ്കിൽ വന്നിട്ടില്ല. അതിന് പകരമാണ് ഞാൻ ചെയ്യണത്. ഏത് പകല് ബസ്സിലാ? ഭഗത് സിംഗാ? എനിക്കെങ്ങനെ അറിയാമല്ലോ. നീ ഫോൺ കട്ട് ചെയ്തേ. അല്ലെ വേണ്ട, ഞാൻ ഫോൺ കട്ട് ചെയ്യാം. തീർത്തല്ലേ? നിരാജനം കൂട്ടിനൊക്കെ പൊടി കളിക്കി കൊടുക്കും.